പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 19 ശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേട്ടുകേഴ്വിയില്ലാത്തതാണ്. നമ്മളൊക്കെ വലിയ നന്മ മരങ്ങളെന്ന് കരുതിയിരുന്നവർ, അനീതിക്കെതിരെ അഭ്രപാളികളിൽ വന്ന് പോരാട്ടം നടത്തുന്നവർ, സ്ത്രീകൾക്ക് വേണ്ടി രാവും പകലും വാദിക്കുന്നവർ ഒക്കെ ആയിട്ടുള്ള സിനിമാ നടന്മാർ അവർ ഏതു തരക്കാരായിരുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും എന്നല്ല, ഓരോ മണിക്കൂറിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമില്ലാതിരുന്ന, ആത്മധൈര്യമില്ലാതെ പേടിച്ച് വിറച്ച് വിറങ്ങലിച്ചിരുന്ന വനിതാ നടിമാർ ധൈര്യം സംഭരിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ട് അവർക്ക് ഏറ്റിട്ടുള്ള ലൈംഗിക പീഡനത്തിൻ്റെ കഥകൾ അവർ എണ്ണി എണ്ണി പറയുകയാണ് നമ്മളോട്. എവിടെ നിന്നാണ് തുടങ്ങിയത്? രഞ്ജിത്തിൽ നിന്ന് തുടങ്ങി, അതിനുശേഷം സിദ്ദിഖ് പോയി, മുകേഷ്, എത്ര പേര്, മുകേഷ്, ബാബുരാജ്, റിയാസ് ഖാൻ, ജയസൂര്യ, ഇനി വരാൻ ഇനി ഇതുപോലുള്ള ആരോപണങ്ങൾ കേൾക്കാൻ ഇനി പ്രധാനമായിട്ടുള്ള 2 സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ. അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ആരോപണ മുൾമുനയിൽ നിന്ന് പുളയുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനല്ല ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖല എത്ര വലിയൊരു മാഫിയ സംവിധാനമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ ആ മേഖലയെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചു കൊണ്ടിരുന്നവർ, അവർക്കെതിരെ ഒരു പതിറ്റാണ്ടിന് മുമ്പ് തന്നെ പ്രൗഢോജ്വലമായ പോരാട്ടം നടത്തിയ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഈ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് അടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പിൻ്റെ തലവന്മാർക്കെതിരെ വിനയൻ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് വലിയ തോതിൽ ജനങ്ങളതിനെ അംഗീകരിച്ചെങ്കിൽ പോലും വിനയനെതിരായിട്ട് ആരോപണങ്ങൾ, ദുരുപദേശിതമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് പലരും വരുന്നുണ്ട്. അതൊന്നും ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിനയൻ നടത്തിയിട്ടുള്ളത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ ഞാൻ വിനയനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കേട്ടു. ഇനി രണ്ടാമത്തെ ഫോൺ സംഭാഷണം, രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ആ വീഡിയോയിലും ഈ 3 പേരും തന്നെ തകർക്കാൻ എങ്ങനെയൊക്കെയാണ് ശ്രമിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വിനയൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. എന്നാൽ അവർക്കെതിരെ എങ്ങനെയാണ് താൻ തിരിച്ചടിച്ചത്, താൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത് എന്നത് വിനയൻ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇത്രയും വലിയ കിരീടം വെക്കാത്ത രാജാക്കന്മാർ, ഏക ഛത്രാധിപതികൾ, അപ്രമാദിത്വമുള്ള ഈ മമ്മൂട്ടി, മോഹൻലാൽ, ഈ പറഞ്ഞ പോലെ ദിലീപ്, ഇവർക്കെതിരെയൊക്കെ എങ്ങനെ വിജയൻ പിടിച്ചു നിന്നു എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നുന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ഈ ഫോൺ സംഭാഷണത്തിൽ വിനയൻ നമുക്ക് തരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ അങ്ങനെ പിരിഞ്ഞു. അങ്ങനെ യോഗത്തിൽ ദിലീപ് 3 മാസത്തിനകം ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ സ്വയം മുന്നോട്ട് വരണമെന്നും തുളസിദാസിന്റെ ഇഷ്യൂ പരിഹരിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ഇതേ സമയത്ത് തന്നെ ദിലീപ് നമ്മുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ചെയർമാൻ ആയിരിക്കുന്ന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ചില ആൾക്കാരുമായിട്ട്, ചലച്ചിത്ര അക്കാദമിയുടെ രഞ്ജിത്ത്, കോഴിക്കോട് രഞ്ജിത്ത് ഒക്കെ ആയിട്ട് ഇവരൊരു ധാരണയിൽ എത്തിയിട്ട് അന്ന് രാത്രിയിൽ, എനിക്ക് അന്ന് ഇന്ത്യ വിഷനാ ഉള്ളത്, ചാനല് പറഞ്ഞ മനസ്സിലായോ, എനിക്ക് പ്രധാനമായിട്ടും പ്രൈവറ്റ് ചാനൽ ഇന്ത്യ വിഷനാണ്, ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷനേ ഉള്ളൂ. ഇന്ത്യ വിഷനിലെ ആരോ സുഹൃത്ത്, നികേഷാണോ നമ്മുടെ വിവേക് മുഴക്കുന്നതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 12 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാണുന്നില്ല TV എന്ന് പറഞ്ഞു. ഇല്ല. ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ വിഷനിൽ സ്ക്രോളിംഗ് വരുന്നത് രഞ്ജിത്ത് മാറ്റ ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചു. ദിലീപ് രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത്. ദിലീപ് മാറ്റ ഫെഡറേഷനിൽ നിന്ന് അംഗമാണെന്ന് തോന്നുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. രഞ്ജിത്ത് രാജിവെച്ചു. അപ്പം എനിക്ക് ഫോണിൽ കിട്ടാവുന്ന കാര്യം വിളിച്ചപ്പോ അത് രഞ്ജിത്ത് പറഞ്ഞു, ഇങ്ങനെ വിനയൻ സിദ്ദിഖിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അത് അവിടെ വെച്ച് സംസാരിച്ച് തീർന്നതല്ലേ. കാരണം അത് ഞാൻ പറയുകയും ചെയ്തു, സിദ്ദിഖ് ഇങ്ങനെ ഈ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ കൊണ്ട് കാണിച്ചാലേ ഡേറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ഞാൻ സിദ്ദിഖിനെ ഉദ്ദേശിച്ചല്ല, പൊതുവായ നമ്മുടെ ഒരു അവസ്ഥയാ പറഞ്ഞത്, ഡയറക്ടേഴ്സിന്റെ. അല്ലാതെ ഞാൻ ഒരാളെ അല്ല എന്നൊക്കെ അന്ന് ആ വാക്കെടുത്തോണ്ട് ഇവര്, അപ്പം രഞ്ജിത്തിന്റെ ഒരു ഇത് വന്നു. രണ്ടാമത് നേരെ പ്രിയദർശന്റെ വരുന്നു, സത്യനന്ദിക്കാടിന്റെ വരുന്നു. ഇവരെല്ലാം രാത്രിയിൽ ആ 12 മണി to 6 മണി
അത് ശരി. ഈ അകത്ത് ഈ മലയാള സിനിമയിലെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു അപ്പൊ മെയിൻ ആൾക്കാരൊക്കെ അപ്പൊ ഇവര് പ്രീ പ്ലാൻഡ് ആണ്. കാരണം ഇവര് താരങ്ങള് ഇവരോട് പറഞ്ഞു ഇവനെ ഇനിയും മുന്നോട്ട് വിട്ടാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇങ്ങനെ മുന്നോട്ട് വിട്ടാൻ പറ്റത്തില്ല, ഇവനെ പിടിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ സംഘടനയും കൊണ്ട് ഇവൻ നമ്മളെയൊക്കെ ഇവൻ ഭരിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവനെ നമുക്ക് ഇല്ലാതാക്കാന്നൊരു ഡിസിഷൻ എടുക്കുന്ന ആ രാത്രിയിലാണ്. മനസ്സിലായോ? അപ്പൊ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, അങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ രാജിവെക്കാം, ആ സംഘടന നിങ്ങൾ ചുമ്മാ ഇല്ലാതാക്കല്ലേ എന്ന് ഇവരെ. അപ്പൊ അതല്ല, ആ സംഘടന എന്ന് പറയുന്നത്, ആ മാക്ട എന്ന് പറയുന്ന സംഘടന തന്നെ വേണ്ട. അപ്പൊ അന്ന് എന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. മനസ്സിലായോ? അപ്പൊ ബി ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം നോക്കിയപ്പോ എന്റെ ഒരു ഇതിന് തോന്നുകയാണ്, ഒന്ന് ചത്താലല്ലേ ഒന്നിന് വളമുള്ളൂ അദ്ദേഹത്തിന്. അപ്പൊ അന്ന് വി ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയിൽ അത്ര വലിയ ഡയറക്ടറോ ഒന്നുമല്ല. അതിനുശേഷമാണ് പുള്ളി ഈ സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ പുള്ളിക്കാരൻ അതിന്റെ മുന്നോട്ട് വന്നു. ഈ പറയുന്നതിനെല്ലാം കുറച്ച് ന്യായാന്യായങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് 2008 ജൂലൈയിൽ സരോവരം ഹോട്ടലിൽ വെച്ച് ഇവരൊരു വലിയ കോൺക്ലേവ് വിളിച്ചു കൂട്ടുകയാണല്ലോ. ഓർക്കുന്നുണ്ടായിരിക്കും താങ്കൾ. ഒരു മലയാള സിനിമയിലെ ഈ പറയുന്ന കൂട്ടരെല്ലാം, ഞാൻ അന്ന് മെയിനായിട്ട് പ്രസംഗിച്ചവരെല്ലാം ഈ 15 അംഗ പവർ കമ്മിറ്റിയിൽ ഉണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ ഇവരിപ്പോ പറയുന്നത് കേട്ടിട്ട് അന്നത്തെയും കൂടി ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലിരിപ്പുണ്ട്. മമ്മൂട്ടി ഇവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഇവരായിരുന്നു സ്പോൺസർ ചെയ്തത്. അമ്മയായിരുന്നു പൈസ കൊടുത്തത്, പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു പൈസ കൊടുത്തത്. ഞാൻ അന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് ഈ സത്യം ജയിക്കാനായിട്ട് വന്ന പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ അവരാരെല്ലാം ഒഴിഞ്ഞു മാറുക. അതിപ്പോ ഈ സൂപ്പർ താരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോന്നാ വിനയൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, ആ രീതിയിലോട്ട് ഇവർ ഡൈവേർട്ട് ചെയ്യും. അതെ, ഒരു വശത്ത് വിനയം മാത്രം, ബാക്കിയുള്ളിടത്ത് മുഴുവൻ ആളുകൾ, ഫുൾ ബാക്കിയുള്ളിടത്ത് എല്ലാരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഈ തൊഴിലാളികളെല്ലാം എന്റെ കൂടെ നിന്നു. പക്ഷെ തൊഴിലാളി മാത്രമേ ഉള്ളൂ, വലിയ സംവിധായകരും വലിയ ക്യാമറമാരും ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. ക്രമേണ ജോലി കിട്ടാൻ വേണ്ടി തൊഴിലാളികളൊക്കെ പോയി 2-3 മാസം കൊണ്ട് ഈ മാക്ട ഫെഡറേഷൻ 0 ആയി പൂട്ടിക്കെട്ടി. അതിന് പകരമാണ് ആ ഫെഫ്കയെ കൊണ്ടാണ് എന്നെ ആജീവനാന്ത ഇവര് വിലക്കുന്നത്. മനസ്സിലായോ? ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അമ്മ അഭിനയനെ വിലക്കുന്നത്. ഉച്ചി വെച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യാന്ന് പറയുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രേഡ് യൂണിയന്റെ അതേ ബയലോ വെച്ചിട്ടൊരു യൂണിയൻ ഉണ്ടാക്കി എന്നെ ഇവര് പുറത്താക്കുന്നു. ഞാൻ ആരോട് പറയും? വിനയൻ പറഞ്ഞ ഉടനെ പറയുന്ന അപ്പുറത്ത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം ഇവരെല്ലാം പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പൃഥ്വിരാജോ അല്ലെങ്കിൽ ജയസൂര്യോ ഒക്കെ മമ്മായിരുന്നു. അവരൊന്നും മിണ്ടുന്നില്ല. കാരണം അതൊക്കെ അവരുടെ ജീവിത പ്രശ്നങ്ങളായിരിക്കും, ആർക്കും മിണ്ടാട്ടോ ഇല്ല. പറഞ്ഞു മനസ്സിലായോ? ഇവരും അപ്പുറത്തെന്ന് പറയുന്നു. ദിലീപ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ മുന്നിട്ട് ഇതിന്റെ സംഘാടകൻ. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ സംഘടിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഏത് വർഷമായിരുന്നു? 2008 2020 പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സാമ്പത്തികമായിട്ട് സിനിമയിലെ ഭയങ്കര ഗ്രിപ്പുള്ള സമയമായിരുന്നു അദ്ദേഹത്തിന്. ഞാനുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു. ഇവൻ മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ മോളിൽ പോകുമെന്ന് സംശയിച്ച സമയമാണ്. അങ്ങനെയാണ് ഒരു ഗതിയുമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സത്യം എങ്ങനെ ഇവിടെ ഹൈക്കോടതിയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഇതിനൊന്നും തെളിവില്ലല്ലോ, ഇതൊക്കെ ഇവർ അണ്ടർഗ്രൗണ്ടിൽ കൂടി ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചില കത്തുകൾ ഇവരയച്ചതും ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഇവിടുത്തെ അഡ്വൈറ്റ് ഒക്കെ പറഞ്ഞു ഇത് നമുക്ക് വിനയന്റെ എന്താ പറയാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരാണ്, പക്ഷെ അതൊന്നും ഇവിടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പാടാണെന്നും പറഞ്ഞ്. അല്ല പിന്നെ ഈ നിയമപരമായിട്ടെല്ലാം എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ, ആരും ഇല്ലല്ലോ. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ ഡോക്യുമെന്റ്സ് ഒക്കെ വിനയൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇന്നലെ വിധി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ആ ഡോക്യുമെന്റ്സ് ആണ്. അല്ല ഞാനൊരു പടം എനിക്ക് അഡ്വാൻസ് തന്നിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ വീട്ടിൽ ചെല്ലുക, എന്റെ ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് മധുസാർ 50,000 രൂപ അഡ്വാൻസ് മേടിച്ച് പുള്ളിയുടെ വീട്ടിൽ ഒരു 2-3 കാറിൽ ചെന്നിറങ്ങുകയാണ്. മധുസാർ ഇപ്പോഴും എന്നെ ഫോൺ ചെയ്ത് ഞാൻ ഇന്നും ആലോചിക്കുന്നു, വിനയ ഞാൻ അകത്ത് കയറിയിട്ടില്ല, ആൻഫോണിൽ നിന്നെ വിളിക്കുകയാണ്, ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് വന്നിരിക്കുന്നു നിന്റെ പടത്തിൽ അഭിനയിക്കില്ലെന്ന്. അത് ആരൊക്കെയുണ്ട്? അത് പാച്ചിക്കുണ്ട്, സിയാദുണ്ട്, ബി ഉണ്ണികൃഷ്ണനുണ്ട്, സുരേഷ് കുമാറുണ്ട് എന്നൊക്കെ പുള്ളി പേര് പറഞ്ഞു എന്റെ അടുത്ത്. അത് പുള്ളി വേണേ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിസ്താരത്തിൽ പുള്ളി പേര് ഇതായിട്ട് ഓർത്തില്ല. എന്നിട്ട് ഇത് പിന്നെ ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ്സ് നടക്കത്തില്ല എന്ന് അല്ല, നിരുത്സാഹമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ദിവസം ഒരു ഫോൺ വരുന്നു. ഡൽഹിയിൽ നിന്നുള്ള 2 ചെറുപ്പക്കാര്, ഒന്നൊരു ഹർഷദ് ഹമീദ്, ആലുവയിലുള്ള ആളാണ് പുള്ളി. അവർ 2 പേരും ഡൽഹി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ആരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. മനസ്സിലായോ? ദിലീപ് എന്ന് പറയുന്ന ഒരു CPIയുടെ ഒരു അവിഭാവിയായ പയ്യന്, ഹർഷദ് ഹമീദ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്. അവരെന്നോട് പറഞ്ഞു സാറേ
ഇത് കോമ്പറ്റീഷൻ കമ്മീഷൻ എന്നും പറഞ്ഞൊരു ഇടപാടുണ്ട്. അപ്പൊ അതിലിങ്ങനെ ഈ ഡോമിനേഷന്റെ, അതായത് ഈ ഹൈറാർക്കിയുടെ അവസ്ഥ, കോമ്പറ്റീഷനെ തടയുന്ന, അതെ ഹൈറാർക്കിയുടെ അവസ്ഥ വെച്ചിട്ട് നിങ്ങളെ ഒതുക്കുന്ന, അല്ലെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു തെളിവുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത ഉപാധിയെ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയൊക്കെ പോകാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സുഹൃത്തെ ഞാൻ ഈ കോമ്പറ്റീഷൻ ഞാൻ അവിടെ എത്തിച്ചേരുമ്പോൾ പിന്നെ എനിക്കൊരു വഴിയില്ല. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അന്ന് ഈ ഇവരുടെ 3 പേരുമാണ് മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് ആ പേര്, അതെന്റെ ഒരു ധൈര്യമാണ്, നിലപാടാണ്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവര് 3 പേരും ഇത്രയും ഉന്നത സ്ഥാനത്ത് നിൽക്കുകയും ഈ മുഴുവൻ ആളുകളും വിനയനെതിരായി നിൽക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തായിരുന്നു അതിന് അങ്ങനെ പോകാനുള്ള ഒരു ഊർജം എങ്ങനെയാ കിട്ടിയത്? അതെനിക്ക് തോന്നുന്നു, ഞാനൊരു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഇടയ്ക്ക് ജീവിച്ച് വളർന്നു വന്ന ആളാണ്. മട വീണാൽ വീട്ടിൽ പട്ടിണിയും, നല്ല വിളവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഹാപ്പിയും ആയിരുന്ന ഒരു കർഷകന്റെ മകനാണ് ഞാൻ. എനിക്ക് വലിയ കാശിനോട് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനൊരു എക്സിക്യൂട്ടീവ് ജനറലായിട്ട് റിട്ടയർ ചെയ്യുമായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു ബോർഡിലുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യം, ഇതൊക്കെ പറയുമ്പോൾ കുടുംബമുണ്ടല്ലായിരുന്നല്ലോ, കുടുംബം, മക്കള്. അതായിരുന്നു ഞാനന്ന് പറഞ്ഞിരുന്നു. എന്റെ കുടുംബത്തിൽ ഭയങ്കര, എന്റെ മകൻ എന്ന് അവന് +2 കഴിഞ്ഞിട്ട് അവന് വിദേശത്ത് അമേരിക്കയില് പോണമെന്നും പറഞ്ഞിട്ട് പിന്നെ സ്കോളർഷിപ്പ് കിട്ടുമെന്നൊക്കെ പറയും. പക്ഷെ ലാസ്റ്റ് നിമിഷം സ്കോളർഷിപ്പ് കിട്ടിയില്ല. പക്ഷെ അവനെ ഞാൻ വിട്ടിരുന്നു. അവൻ 2nd ഇയർ അവിടെ പെർഡ്യൂ യൂണിവേഴ്സിറ്റിയില് പഠിക്കുകയായിരുന്നു എഞ്ചിനീയറിംഗിന്, എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്. ആ സമയത്താണ്, അന്ന് ആ വർഷമൊക്കെ ഞാൻ ഒരു വർഷം 3 പടം 2 പടമൊക്കെ ചെയ്യുന്ന വർഷമാണ്. മനസ്സിലായി. ഇപ്പൊ 99-2000 എന്ന് പറഞ്ഞാൽ വാസന്തി ലക്ഷ്മി, ആകാശഗംഗ, ഇൻഡിപെൻഡൻസ്, പ്രണയനിലാവ്, ഇത്തരം ഒരു വർഷം ചെയ്ത പടങ്ങൾ. അങ്ങനെ കരുമാടിക്കുട്ടൻ, ദാദാ സാഹിബ്, ദൈവം, ഇതൊക്കെ ഒരു വർഷം 3 പടം, ഏറ്റവും കുറഞ്ഞ 2 പടം എന്തായാലും ചെയ്യുമായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് സാമ്പത്തികമായിട്ടൊന്നും വലിയ, അല്ലാതെ ഞാൻ ബേസിക്കലി ഒരു വലിയ കാശുകാരനൊന്നും അല്ല, ഞങ്ങളുടെ കുടുംബമൊന്നും. പക്ഷെ അങ്ങനെ പോരുന്ന സമയത്താണ് ഈ ബ്ലോക്ക് വരുന്നത്. സത്യത്തിൽ വീട്ടിൽ പകച്ചുപോയി. എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും, ഞാൻ ചെറുതായിട്ടൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാം. ഇച്ചിരി സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അത് വിൽക്കാം. ഏതായാലും തോക്കുന്ന എനിക്കങ്ങനെ കുഴപ്പമുണ്ട്. അടി ഇങ്ങോട്ട് കൂടുതൽ വരുന്തോറും ഞാൻ കൂടുതൽ ശക്തനാകും. അങ്ങനെ ഞാൻ പത്രസമ്മേളനം നടത്തി പാലാരിവട്ടത്ത് തട്ടുകൾ ഇട്ടാൽ ഇവന്മാരുടെ മുന്നിലൊന്നും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അങ്ങനെ ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ചെന്നു. കോമ്പറ്റീഷൻ കമ്മീഷൻ 2010 ഞങ്ങള് ഫയൽ ചെയ്തെന്ന് തോന്നുന്നു കേസ്. 2017 ആണെന്ന് തോന്നുന്നു അതിന്റെ വിധി വന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വലിയ അഭിഭാഷകരും കാര്യങ്ങളും വലിയ വാദങ്ങളും ഒക്കെ ഇല്ലായിരുന്നു. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ചെറുത്തുന്നു നിങ്ങള്? അതാണ് ഞാൻ പറഞ്ഞത്, സത്യമാണ്. ഇത് കാലം തന്നൊരു കാവ്യനീതിയാണ്. എനിക്ക് തന്നെ അതിശയമാണ് സുഹൃത്ത്. കാരണം ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഇവരവിടെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഓരോ വിധിയുടെ സ്റ്റേജ് വരുമ്പോഴും ഇവിടെ ഹൈക്കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്യും. അങ്ങനെ ഒരു വകുപ്പുണ്ട് ഇവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് ട്രേഡ് യൂണിയൻ ഇഷ്യൂ ആണ്, അല്ലാതെ ഇതൊരിക്കലും ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല. ഇത് ട്രേഡ് യൂണിയന്റെ ലീഡറായിരുന്ന വിനയനും ട്രേഡ് യൂണിയന്റെ ലീഡറായിരിക്കുന്ന ഉണ്ണികൃഷ്ണനും അല്ലെങ്കിൽ അമ്മയുടെ നേതാവായ ഇന്നസെന്റ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ അതിനെല്ലാം ഇവിടെ ചലഞ്ച് ചെയ്ത് ഏതോ ഒരു റിട്ടയർഡ് അറ്റോർണി ജനറലിന്റെ മകനോ അറ്റോർണി ജനറലിന്റെ ഓഫീസായിരുന്നു ഇവർക്ക് വേണ്ടി ഹാജരായത്. എനിക്കെല്ലാം കൂടി 7 വർഷത്തേക്ക് എന്റെ ഈ ചെറുപ്പക്കാർ മേടിച്ച 2.5-3 ലക്ഷം രൂപ മാത്രമാണ് മേടിച്ചത്. അവര് ഇപ്പോഴും അർഷസ് കമ്മിറ്റി ഉണ്ട്. അർഷസ് കമ്മിറ്റി നമ്മുടെ ഈ വിധിക്ക് ശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയിലെ കൗൺസിലായിട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്ന് തോന്നുന്നു. പുള്ളി നല്ല ഒരു കക്ഷിയാണ്. അപ്പൊ ഇവര് 2 പേരും ഇവരുടെ കയ്യിലെ കാശ് മുടക്കി എനിക്ക് വേണ്ടി വാദിച്ചതാണ് കേസ്. സുപ്രീം കോടതി പോയപ്പോ പോലും ഇവരുടെ ഭയങ്കര ഏതോ അഡ്വക്കേറ്റാ വന്നത്. അന്ന് ജസ്റ്റിസ് നരിമാന്റെ 3-അംഗ ബെഞ്ചുണ്ട്. അപ്പൊ ഞാന് 100% ഞാനിപ്പോ അന്ന് വീഡിയോയിൽ കാണായിരുന്നു ഈ വാദം. എന്നോട് എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് സാർ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ കണ്ണു നിറഞ്ഞായിരുന്നു. കാരണം ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഇല്ലാതെ പോകുമല്ലോ, പോട്ടെ ഇനി തിരിച്ചപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ വൈഫ് എന്നോട് നിന്നു, അവള് ഭയങ്കരമായിട്ട് എന്നെ അവിടെ നിന്നു. ഞാന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, എന്റെ വീടിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഞങ്ങൾ ലോൺ എടുത്തു. അങ്ങനെയൊക്കെയാണ് ഈ 5-10 വർഷം ഞങ്ങൾ മുന്നോട്ട് പോയത്. പറഞ്ഞു മനസ്സിലായോ? അതിനിടയ്ക്ക് പടം ചെയ്തു. അതെന്റെ ഒരു വാശിയായിരുന്നു. അത് അങ്ങനെ കുറെ പൈസ പോയിട്ടുണ്ട്. അതായത് ഇവര് പടം ചെയ്യാൻ സമ്മതിക്കാതിരുന്നപ്പോ
ചെറിയ പടങ്ങളൊക്കെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് കിട്ടുന്ന ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തിട്ട് ഏതാ ട്രാക്കുള എന്നൊക്കെയുള്ള പടം അങ്ങനെയാണ് വന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് അല്ല, റിലീസ് ചെയ്തു. എന്നിട്ട് ഞാനൊന്ന് ചെറിയ ചുരുക്കം വെച്ചാൽ, എന്നിട്ട് ഞാൻ ആ വിധി അവസാനം വായിക്കുമ്പോഴത്തേക്കും അതില് ഇന്നസെന്റ്, ഇടവേള ബാബു, ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയില്, പിന്നെ മറ്റേ കമല്, ഇവരൊക്കെ പെനാൽറ്റി ഫൈൻ അടയ്ക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു അതെ 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 എന്നാണ് വന്നത്. അതെ അതെ. അപ്പം അതായത് കോമ്പറ്റീഷൻ കമ്മീഷന് വേറെ ശിക്ഷയൊന്നുമില്ല, ജയിലൊന്നുമില്ല. അവർക്ക് ഉള്ളത് അതും ഇൻകം ടാക്സിന്റെ ഒരു അതിന്റെ ശതമാനം വെച്ചിട്ടാ. അന്ന് ഇപ്പോ സത്യത്തിൽ ഞാൻ ഏറ്റവും ഈ ഒരു ആർട്ടിസ്റ്റ്, അഭിനേതാവ് എന്നുള്ള നിലയിലോ മലയാള സിനിമയിലെ സീനിയറുകൾ എന്നുള്ള നിലയിലോ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ. ഇവരുമായിട്ടൊന്നും എനിക്ക് ഇപ്പോഴും നേരിട്ട് കണ്ട പക്ഷെ ഇവരാണല്ലോ എന്റെ രാഷ്ട്രീയ 19-ാം നൂറ്റാണ്ട് എന്നുള്ള പടത്തിൽ വോയിസ് ഓവർ തന്നിരുന്ന ഇവർ രണ്ടുപേരുമാ. തുടങ്ങുന്നത് മോഹൻലാലും തീരുന്നത് മമ്മൂക്കയുമാ. അതെ അതെ. അത് ഞാനെടുത്ത എന്റെ നിലപാടാണ് സാർ. ഞാനൊരു സംഘടനാപരമായ കാര്യത്തിൽ ഷാജൻ ഞാൻ എപ്പോഴും ഈ താങ്കളെ എപ്പോഴും കയറി ഷാജാനെ കയറി ഞാൻ സാജനെ വിളിക്കും. നിങ്ങള് രണ്ടുപേരും ആണല്ലോ ഇത്തരം ഒരു വീഡിയോകളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനല്ലാതെ ഇവരെ ഒരിക്കലും മോശക്കാരായിട്ട് കണ്ടിട്ടോ അല്ലെ ഇവരുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം ഇല്ലാഞ്ഞിട്ടോ അല്ല. മനസ്സിലായി. ഞാൻ നിലപാടിന്റെ അതാരും മനസ്സിലാക്കിയില്ല. നിലപാടിന്റെ പോരാട്ടമായിരുന്നു ഇത്. പക്ഷെ ഇവര് അതിന് പകരം അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഫാൻസുകാരെ കൊണ്ടൊക്കെ അന്ന് ഓർക്കുഡ് എന്നും പറയുന്ന ഓർക്കുഡിൽ വി ഹേറ്റ് വിനയ് എന്നും പറഞ്ഞ ഈ ഫാൻസ് എന്നിട്ട് എന്തെല്ലാം അതിനെ പറ്റി എഴുതുന്നറിയോ? ഇവരെവിടുന്ന് വന്നു, മറ്റേതാണ് വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന സിനിമയൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പടമാണ്, അതിന് ആരോ ഇങ്ങനെയൊക്കെയുള്ള എന്നെ അങ്ങ് തേജോവധം ചെയ്യുക. ഞാന് അതുകൂടെ ആയപ്പോഴാണ് അന്ന് പിന്നെ ഒരു ഗുണമുള്ളത്, ഈ ഫോൺ ഇത്രയും വീട്ടുകാരൊന്നും അത് കാണത്തില്ല, ഗുണമുണ്ടായിരുന്നു. അങ്ങനെ അതിനെ എനിക്കെതിരെ പിന്നെ അവിടെ കോഴിക്കോട് മമ്മൂക്ക ഫാൻസ് അസോസിയേഷൻ എന്തോ വലിയ എന്റെ ശവഘോഷയാത്ര നടത്തി, എന്റെ കോലം കത്തിച്ചു. അങ്ങനെയൊക്കെ അതൊക്കെ അന്ന് ഞാൻ എവിടെ വെച്ച് കണ്ടാലും മമ്മൂക്കയോടൊക്കെ അവരും എന്നോട് അങ്ങനെ തന്നെ നിന്നിരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു സംഘടനാപരമായ, അതുകൊണ്ടാണല്ലോ ഈ വിലക്ക് നിർത്തിയപ്പം മമ്മൂക്ക അവിടുത്തെ ജനറൽ ബോഡിയിൽ പറഞ്ഞത് വിനയനെതിരെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഇനിമേലെ ഒരു വിലക്കും വിനയനുമായിട്ടില്ല, നമുക്ക് ഒരുമിച്ച് വിനയനുമായിട്ട് സഹകരിക്കുന്നതിൽ ഒരു പ്രശ്നവും അമ്മയ്ക്കില്ല എന്ന് പുള്ളിയാണെന്ന് പുള്ളി ജനറൽ സെക്രട്ടറി അമ്മയുടെ ഈ വിധി വരുന്ന സമയത്ത് ഇന്നസെന്റ് ചേട്ടൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഈ എന്നെ വിലക്ക് നടക്കുന്ന ഈ സമയത്തൊക്കെ മോഹൻലാലായിരുന്നു ജനറൽ സെക്രട്ടറി. അപ്പം മോഹൻലാല് പുള്ളി ജനറൽ സെക്രട്ടറി ആണെങ്കിലും കാര്യമൊക്കെ ചെയ്യുന്നത് ഇടവേള ബാബു ആണെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു. അല്ലെങ്കിൽ ഈ വലിയ തുക വന്നേനെ. കാരണം ഇൻകം ടാക്സ് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന്റെ 2%. ഞാനപ്പോ എന്നോട് എന്റെ അഡ്വക്കേറ്റ് ചോദിച്ചു, അതല്ല ലാൽ സാറാണ് ഇതെല്ലാം ചെയ്യുന്നെന്നുള്ള തെളിവുകൾ നമുക്ക് ഉണ്ടല്ലോ, അത് കൊടുത്താലേ. വേണ്ട, എനിക്ക് ലാലിന്റെ കുറെ പൈസ ഫൈനടപ്പിക്കാന്നൊന്നുമല്ല, എന്റെ ഭാഗം ന്യായമായിരുന്നു. ഞാൻ നാളെ മരിച്ചു പോയാലും എന്റെ മക്കൾക്കോ അല്ലെ എന്റെ സുഹൃത്തുക്കളോ പറയില്ല, നീ ചുമ്മാതെ പോയി ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് കുടുംബവും നശിപ്പിച്ചില്ലേ, ഇത് കുടുംബമൊക്കെ നശിച്ചോട്ടെ, നീ ന്യായത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തെന്ന് മാത്രം ഒരു വിധി ഉണ്ടാക്കുക എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ദൈവം തന്നു. അതെ ഇനി ചോദിക്കാനുള്ള ചോദ്യം പറഞ്ഞാൽ, ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു പോകും. അപ്പൊ അതില് യഥാർത്ഥത്തിൽ താങ്കള് എടുത്തിട്ടുള്ളൊരു നിലപാട് പൂർണ്ണമായും ശരിയാണ് എന്ന് അവര് അതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരതിനകത്തൊരു പവർ ഗ്രൂപ്പ് എന്നും പറയുന്നുണ്ട്. അതിലെനിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞവരെല്ലാം അതിനകത്ത് ഉണ്ടെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാവരും അതിനകത്ത് ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രവർത്തനത്തിലുള്ള മാറ്റം ഈ മേഖലയിൽ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സുഹൃത്തെ തുറന്നു പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ
ഡാമേജ് ആണ് ഞാൻ ഉൾപ്പെടെയുള്ള സിനിമ ലോകത്തിന് തന്നിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതിപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവൻ നമ്മൾ ഈ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കുന്നു, അല്ല അവരെ ഹറാസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ ഭയങ്കര ചർച്ചയായിരിക്കുന്നത്. സത്യത്തിൽ അത് നിയമപരമായിട്ട് ചെയ്യേണ്ടതും അതിനെപ്പറ്റി സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള പരാതികളോ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇവർ അവരുടെ കയ്യിലുള്ള ഹേമ കമ്മിറ്റിയുടെ കയ്യിലുള്ള തെളിവുകളോ ഒക്കെ വെച്ച് ചെയ്യട്ടെ, അത് വേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അപജയങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ഭയങ്കര മോശമായ. അല്ല, പക്ഷേ അതിലെനിക്കുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, അല്ല, ഞാൻ താങ്കളോട് പറഞ്ഞു വരുന്നത് അതിനെ ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഈ സിനിമയ്ക്കകത്ത് ഈ സിനിമാക്കാരുടെ മുഖത്തടച്ച് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ആ റോഡ് റേപ്പാണ്. അന്ന് ആ സ്ട്രീറ്റ് റേപ്പ് ഉണ്ടല്ലോ, ആ കുട്ടി പോയപ്പോ കാറിൽ പോയപ്പോ ആ കുട്ടിയെ മോശമായിട്ട് നമ്മുടെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത രീതിയിൽ ആ കുട്ടിയെ അറ്റാക്ക് ചെയ്യുകയും അതിന്റെ വീഡിയോ എടുക്കുകയും അതോടുകൂടിയാണ് ഈ സിനിമാക്കാരെന്ന് പറയുന്ന, എന്നിട്ട് അതിനുവേണ്ടി ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനോ 2-3 പേരും ആ കുട്ടിയുടെ തന്നെ കൂടെ നിന്ന ഈ പ്രതിയുടെ തന്നെ ബന്ധമുള്ള ആൾക്കാര് ഇത് ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ ചില കേസൊക്കെ വന്നിട്ട് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് 90 പേരും ഇപ്പുറം നിൽക്കാൻ 3 പേരും എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ ജനത്തിന് തോന്നിയത് ഇവന്മാര് കുറച്ച് വില്ലന്മാരാണെന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതെന്നിട്ട് ആ മെമ്മറി കാർഡ് പോലിന്റെ ഒരു ഇഷ്യൂ പോലും കോടതിയിൽ ഉണ്ടായപ്പം ആ കോടതിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നല്ലേ എൻ ബ്ലോക്ക് സിനിമാക്കാർ പറയേണ്ടത്. പക്ഷെ അവിടെ വന്നപ്പോഴും 8ാം പ്രതി ഓപ്പോസിറ്റ് വാദിക്കുകയാണ് അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പാടില്ലെന്ന്. അത് ജനം കാണുകയാണിത്. അപ്പൊ ജനത്തിന്റെ വിചാരം എന്താ, ഇവന്മാരെന്തോ വലിയ കുഴപ്പക്കാരാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കണക്കുള്ള ഏത് മേഖല എടുത്താലും ഇത്തരം അബ്യൂസ്മെന്റ് ഒക്കെ ഉണ്ടായേക്കാം. അല്ല, ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ. ഒന്ന്, ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പുരുഷന്മാര് എല്ലാവരും അങ്ങനെ അല്ലെന്നും ഹേമ കമ്മിറ്റി തന്നെ അതിനകത്ത് ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ, ഒരു ഫോട്ടോഗ്രാഫർ അവരെ കൂടി എടുത്തു പറയുന്നുണ്ട്. അതായത് അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അവര് പുലർത്തുന്ന അവധാനത, ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ടെങ്കിൽ അത് വളരെ പ്രൈവറ്റ് ആയിട്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ കമ്മീഷൻ വളരെ കൃത്യമായി അതിനെ 2ആക്കി കാണുന്നുണ്ട്. അതായത് നല്ല ആളുകളുണ്ട് എന്ന് അവരതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഒരു പറ്റ ആളുകൾ കുഴപ്പത്തിന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നമ്മളിത് എല്ലായിടത്തും ചൂഷണമുണ്ട് എന്ന് പറഞ്ഞത് ഇക്വേറ്റ് ചെയ്യുന്നതിനെയും ഹേമ കമ്മീഷൻ എതിർക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ അല്ല. അത് ഇവിടെ അഭിനയിക്കണമെങ്കിൽ തന്നെ ലൈംഗികമായി വഴങ്ങണം എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വേറെ ഇപ്പൊ അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ അവിടെ ഒന്നും ഈ ജോലി ചെയ്യുന്നതിന് ഇങ്ങനത്തെ ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് അവർ വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഒറ്റ മിനിറ്റ് എന്റെ ചോദ്യം വിനയനോടുള്ളത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ നിലയിൽ ചർച്ച വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സിനിമാ രംഗത്തെ നിയന്ത്രിക്കുന്ന ചെറിയൊരു പവർ ഗ്രൂപ്പിന്റെ, ഒരു കോട്ടറിയുടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്രയും കുഴപ്പത്തിൽ ഈ മേഖലയെ കൊണ്ടുവന്ന് ചാടിച്ചത് എന്നുള്ളത് കൊണ്ട് ആ ചെറിയ കോട്ടറി, അതിന്റെ പേരുകൾ നമുക്കറിയാം എല്ലാവർക്കും, സൂപ്പർ സ്റ്റാറുകളുടെ കാര്യത്തിൽ ആ ഒരു കോട്ടറി ഇതിനകത്ത് പിന്നെ കുറ്റക്കാരാണെന്നുള്ളൊരു നില വന്നാൽ മാത്രമല്ലേ ഇത് മൊത്തം ഒരു ഡാമേജ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് അതിനെപ്പറ്റി 100% ഞാൻ യോജിക്കുന്നു. ഈ പറയുന്ന ഒരു ഞാൻ കഴിഞ്ഞ ദിവസത്തെ എന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു വിഭാഗം അന്ന് എന്റെയൊക്കെ ഇഷ്യൂ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ പോലും ഈ 2008 ഈ സരോവരത്തില് വിനയൻ എന്ന് പറയുന്നവനെ ഒഴിവാക്കിയാൽ തന്നെ ഈ സിനിമ രക്ഷപ്പെടുമെന്ന് പ്രസംഗിച്ച നമ്മുടെ ഇന്നത്തെ ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് ഈ വന്നിരുന്ന മെയിൻ ഗ്രൂപ്പിലുള്ളവരൊക്കെ തന്നെയാണ് ഇന്നുള്ളത്. സത്യത്തിൽ അന്ന് ഞങ്ങളുടെ ഈ മൈക്ട ഫെഡറേഷൻ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്ന പെൺകുട്ടികൾക്കെതിരെ ആരോ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കെയർ ഓഫിൽ താങ്കൾക്കറിയാമോ, അങ്ങനെ ഉള്ളവരുടെ പേരിൽ വലിയ ആരോപണങ്ങളോ വലിയ പരാതികളോ ഒന്നും എനിക്ക് വന്നതായിട്ട് ഓർമ്മയില്ല. വലിയ നടിമാരുടെ ഒന്നും അവിടെ വന്നിട്ടില്ല. ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അങ്ങ് വളരെ കർശനമായ നിലപാടെടുത്തു പറയുന്നത് ഞാൻ കേട്ടു.
ഞങ്ങൾ കർശനമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ ആലോചിക്കുന്നു തൃശ്ശൂര് ഒരു ഷൂട്ടിംഗ് സൈറ്റില് ഞാൻ കൊണ്ടുവന്ന ഒരു നടൻ വലിയ ആളായിരുന്നു. പുള്ളി എന്തോ ഒരു കോസ്റ്റ്യൂമിന്റെ അസിസ്റ്റന്റിനോട് മോശമായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ആ യൂണിറ്റിലെ പിള്ളേരെ എല്ലാം 10-100 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാൾ സോറി പറഞ്ഞു. പറയിച്ചാലേ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കണക്ക് തന്നെ രഞ്ജിത്തിന്റെ പടമാണെന്ന് തോന്നുന്നു, ഞാൻ പേര് പറഞ്ഞു, സോറി, ഒറ്റപ്പാലത്തൊരു പടം ഷൂട്ടിംഗ് സൂപ്പർ സ്റ്റാറിന്റെ നടന്നപ്പോ തിലകൻ ചേട്ടനുമായിട്ട് ഇവർ തമ്മിൽ അടിയായി. തന്തയ്ക്ക് വിളിച്ചു. ഷൂട്ടിംഗ് ഇന്ന് കിടക്കുകയാണ്, ഷൂട്ടിംഗ് നിന്നു. ഞാൻ തിലകൻ ചേട്ടനെ വിളിച്ച് കാലെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ച് രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, എന്തൊക്കെ പുള്ളി ചുണ്ടി കാണിച്ചാലും രഞ്ജിത്ത് ഇങ്ങനെ ഒരു തന്തയ്ക്ക് വിളിക്കരുതായിരുന്നു പറഞ്ഞു. അന്ന് ആ പ്രശ്നം അങ്ങനെ ഞങ്ങൾ വളരെ അമിക്കബിൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോ ഈ പറയുന്ന ഈ സംഘടന അത് കണക്ക് തന്നെ സൂപ്പർ സ്റ്റാറുകളുടെ ഭാഗത്ത് നിന്ന് പ്രശ്നമുണ്ടായാലും മുഖത്ത് നോക്കി വിമർശിക്കാൻ യാതൊരു മടിയില്ലാത്ത ആളായിരുന്നല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് അവര് പൊളിച്ചത്. അവരത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഒരു സംഘടനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഞങ്ങളിവിടെ നിൽക്കണം, ഇവരുടെ ഈ ഇഷ്യൂവിനെ പൊളിക്കാനായിട്ടെന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസർ നേതാക്കന്മാരൊക്കെ ഈ 2008 എന്നെ വിലക്കാനായിട്ട് അവർ ഓടി നടന്ന് ഈ പ്രൊഡ്യൂസർമാരെയൊക്കെ കണ്ടിട്ട് വിനയെ കൊണ്ട് പടം ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എന്താണ് അങ്ങേക്ക് എന്താണ് ഇതിനൊരു റിഡ്രസൽ എന്നുള്ള നിലയിൽ പറയാം? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒന്നുകിൽ വളരെ ശക്തമായിട്ട് ഉള്ള നിയമ നടപടി എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ തുറന്നു പറയാം, ഈ ഒരു അടി ഭയങ്കര ശക്തമാണ്. ഈ പാണ്ടന്നായുടെ പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല എന്ന് പറയുന്ന കണക്ക് പഴയ കണക്ക് അഗ്രസീവായിട്ട് ഒരു നീക്കവും ഇനി ഉണ്ടാകില്ല. കാരണം ജനമില്ലെങ്കിൽ ജനത്തിന് ബോധ്യമായി. ജനമില്ലെങ്കിൽ സിനിമയില്ല. നമ്മൾ അതിന്റെ പ്രധാന തെളിവുകൾ പലതും നമ്മൾ സിനിമയ്ക്കകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ജനം നിരാകരിച്ചാൽ എന്താകും എന്നുള്ളത്. അതുകൊണ്ട് ഇത് വലിയ ഗുണം ചെയ്യും. പക്ഷേ ഞാൻ ഭയങ്കര ദുഃഖിതനാണ്. ഭയങ്കര മോശമായ ഒരു നമ്മളെ പറ്റിയുള്ള, ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഓർഫുഡ് ഉണ്ടാക്കി വി ഹേറ്റ് വിനയൻ എന്നുണ്ടാക്കി അതേ രീതിയിൽ നമ്മുടെ സിനിമാ രംഗത്തിന് ഭയങ്കര ഒരു മലീമസമാണ് ഈ രംഗം എന്നൊരു തോന്നലുണ്ടായതിൽ ഞാൻ ഭയങ്കര ദുഃഖിതനാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇനി അടുത്ത അവസരത്തിൽ വിളിക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഞാൻ എന്റെ ഇത്തരം ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ലെന്ന് വെച്ചാൽ താങ്കൾ ഇങ്ങനെ ഇന്റർവ്യൂ നമ്മളൊരു ഫൈറ്റ് ഒരു പോരാട്ടമാണല്ലോ, അതുകൊണ്ടാണ്. വളരെ നന്ദി വിനയൻ.